ബിഗ് ബോസ് സീസൺ 6 ഡേ 58ന്റെ ലൈവ് ആണ്. മുൻ സീസണുകളിൽ വലിയ രസങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഗെയിം മാറ്റിയിട്ടുള്ള ബി ഹോട്ടൽ ടാസ്ക് ആണ് ഇന്ന് അരങ്ങേറാൻ വേണ്ടി പോകുന്നത്. പവർ ടീമാണ് ഹോട്ടലിന്റെ നടത്തിപ്പുകാർ. ബാക്കിയുള്ള ഓരോ ടീമുകളെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് തിരിച്ച് വിടുന്നതിന്റെ പരിപാടികളാണ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഈ ടീം തിരിക്കലിന് മുൻപ് തന്നെ കണ്ടസ്റ്റൻസിൽ പല ആളുകളും ബി ഹോട്ടൽ ടാസ്കിനെ കുറിച്ചിട്ട് മുന്നേ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്താൽ സ്പേസ് കിട്ടും എന്നുള്ള ഒരു ആലോചനയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ സ്പേസുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടന്നത് ജിൻഡോ, അർജുൻ, ശ്രീതു എന്നിവർക്കിടയിലാണ്. ജിൻഡോ നമുക്കറിയാം, അദ്ദേഹം എഴുതി വെച്ച് പഠിച്ച് ട്രെയിനിങ് എടുത്ത് വന്ന ആളാണ്. അപ്പോൾ ബി ഹോട്ടൽ ടാസ്കിൽ എന്ത് ചെയ്താൽ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളത് കറക്റ്റായിട്ട് ജിൻഡോയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ജിൻഡോ, അർജുൻ, ശ്രീതു എന്നിവർ കിച്ചൺ ഏരിയ കൈകാര്യം ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കിച്ചൺ ഏരിയയിൽ നല്ല സ്പേസ് കിട്ടും, അത് പ്രേക്ഷകർക്കും അറിയാവുന്നതാണ്. എപ്പോഴും ആളുകൾ തമ്പടിക്കുന്നത് ആ ഒരു ഏരിയകളിലാണ്. കിച്ചൺ ഏത് ഫ്രെയിം വെച്ചാലും അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ കിച്ചൺ ടീമിലേക്ക് പോകാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവരുടെ ഒരു ഡിസ്കഷന് ശേഷമാണ് മോർണിംഗ് ആക്ടിവിറ്റി അനൗൺസ് ചെയ്യുന്നത്. അതുവരെ എങ്ങനെയാണ് സ്റ്റാഫിനെ എടുക്കുന്നത് എന്നുള്ളതിൽ ഒരു ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് ബി ഹോട്ടലിലേക്ക് സ്റ്റാഫിനെ ഹയർ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. അങ്ങനെ പവർ ടീം ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. ആദ്യം തന്നെ ടീം ടണലാണ് ഇന്റർവ്യൂവിന് റെഡിയായി മുന്നിലേക്ക് വരുന്നത്, പവർ ടീമിന്റെ മുൻപിലേക്ക് വരുന്നത്. അതിൽ സായി ഉണ്ട്, അപ്സരയുണ്ട്, നന്ദനയുണ്ട്, ശരണയുണ്ട്. അവർ കുറച്ചും കൂടെ ഹോസ്പിറ്റാലിറ്റി, തെറാപ്പി, എന്റർടൈൻമെന്റ് ആ ഒരു ഏരിയ ആണ് ഫോക്കസ് ചെയ്യുന്നത്. അവിടെ കൂടുതൽ സ്പേസ് ഉണ്ടാക്കാം എന്നുള്ള കോൺഫിഡൻസ് അവർക്കുണ്ട്. ശരണി കൂടുതലായിട്ടും ആ ഒരു മസാജിങ്, തെറാപ്പി ആ ഒരു രീതിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണയും അത്തരത്തിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ കണ്ടന്റ് ഉണ്ടാവുന്നത് നമ്മൾ കണ്ടതാണ്. അത് ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നതും അതേപോലെ തന്നെ അത് ചെയ്ത ആൾക്ക് പോസിറ്റീവായിട്ട് വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഈ ഈഗോ ക്ലാഷസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഡിസ്റെസ്പെക്ട് എലമെന്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിലും പ്രതീക്ഷിക്കാം. സായിക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ രീതിയിൽ ദേഹം അനങ്ങാത്ത റോബോട്ട് പോലുള്ള പരിപാടികൾ കൊടുക്കാനായിട്ടാണ് പവർ ടീമിന്റെയും അതേപോലെ തന്നെ അത് വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ് സായിയുടെയും ആഗ്രഹം. പിന്നെ ഈ ടണൽ ടീമിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, അവർ എല്ലാ ജോലികൾ ചെയ്യാനായിട്ടും റെഡിയാണ്. ഒന്നിലും പറ്റില്ല എന്ന് അവർ പറയുന്നില്ല. എല്ലാത്തിലും എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് അവർ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നു. അപ്സര അതിനകത്ത് ഒരു മെയിൻ ആളാണ്. അപ്സര ഒരു ക്യാപ്റ്റൻ ആയാലും അപ്സര ഒരു ടീമിന്റെ ഭാഗമായാലും ബെസ്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാ കാര്യത്തിലും ഓക്കെ പറയുന്നുണ്ട്. സാലറി പോലുള്ള കാര്യങ്ങളിൽ വലിയ പ്രതീക്ഷ വേണ്ട എന്ന് പവർ ടീം പറയുന്നുണ്ട്. പക്ഷെ പവർ ടീം ഇവിടെ ബുദ്ധിപരമായിട്ടുള്ള ഒരു കളി കളിച്ചു. പവർ ടീം അവസാനം പറയുന്നുണ്ട് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ടീമിന്, ആ ഒരു ഗ്രൂപ്പിന് പ്രോഫിറ്റ് ഷെയർ ഉണ്ടായിരിക്കുന്നതാണ്. ബി ഹോട്ടലിൽ നിന്ന് ഗസ്റ്റുകൾ പോകുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു വലിയ പ്രോഫിറ്റ്, അതിൻ്റെ ഒരു ഷെയർ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ സമാധാനപരമായിട്ട് മുന്നോട്ടേക്ക് ഉണ്ടാകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കുണ്ട്. പിന്നീട് വരുന്നത് ഡെൻ ആണ്. അർജുൻ, ശ്രീതു, ജിൻഡോ. ഞാൻ മുന്നേ തന്നെ പറഞ്ഞിരുന്നു, അവര് കിച്ചനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. തായ്ലൻഡിൽ നിന്നിട്ട് വർക്ക് എക്സ്പീരിയൻസുമായി വന്ന കൊളീഗ്സ് ആണ് ഇവർ എന്നുള്ളതാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എല്ലാത്തരം ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. തമിഴ് സ്പെഷ്യൽ ഉണ്ടാക്കാനായിട്ട് ശ്രീതുവിനറിയാം. ജിൻഡോയ്ക്ക് ഏത് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം, നാടൻ ഫുഡുകൾ ഉണ്ടാക്കാൻ അറിയാം, തായ്ലൻഡ് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. അതിൽ മുതലേ വറുത്തെടുക്കാൻ വരെയുള്ള പരിപാടികൾ അറിയാമെന്നുള്ളതാണ് അവകാശപ്പെടുന്നത്. പവർ ടീമിന്റെ ഇന്റർവ്യൂ വളരെ ഫോർമൽ ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ്. എല്ലാ ആൾക്കാരും ഒരേ രീതിയിൽ തന്നെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഭയങ്കര സിസ്റ്റമാറ്റിക് ആണ്. റസ്മിൻ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ജിൻഡോയോട് ചോദിക്കുന്നത്. അൻസിബ ചോദിക്കുന്നുണ്ട്, നോറ ചോദിക്കുന്നുണ്ട്. ഒരേ രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. അതിനകത്ത് മറ്റേ ആ ഒരു എന്താ പറയുന്നത്, തട്ടിക്കൂട്ട് പരിപാടികളില്ല. അഭിഷേക് പോലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഇവരും കൂടുതൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ റെഡിയാണ് എന്ന് പറഞ്ഞ ഒരു ടീമാണ്. പിന്നീട് വരുന്നത് നെക്സ്റ്റ് ആണ്. സിജോ, ശ്രീരേഖ, ജാസ്മിൻ. അപ്പോൾ ഇവർ വരുന്ന സമയത്ത് ഇവരോട് സ്വാഭാവികമായിട്ടും അവിടെ ആ ഒരു പവർ ടീമിൽ ഇരിക്കുന്ന ആളുകൾക്ക് ചെറിയ എതിർപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് പ്രൊവോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് മെയിനായിട്ട് നടക്കുന്നത്. ചെറിയ കോൺവെർസേഷൻ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രൊവോക്കിംഗ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്നതാണ് ഇവിടെ കാണാനായിട്ട് സാധിച്ചത്. നെക്സ്റ്റ് ടീം പ്രൊവോക്ക് ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ നോറയും അതേപോലെ തന്നെ അൻസിബയൊക്കെ പറയുന്നുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും പണിയുള്ള പണി കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും പവർ ടീം ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് സിജോയുടെ കാര്യത്തിലാണെങ്കിലും ശ്രീരേഖയുടെ കാര്യത്തിലാണെങ്കിലും ജാസ്മിൻ്റെ കാര്യത്തിലാണെങ്കിലും വലിയ എതിർപ്പ് പവർ ടീമിലെ എല്ലാ ആളുകൾക്കുണ്ട്. അപ്പോൾ ഇവര് ശരിക്കും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഇല്ല. നെക്സ്റ്റ് പറയുകയാണ്, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഇല്ല. കിച്ചണിൽ ഞങ്ങൾക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല, കണ്ട് പരിചയം മാത്രമേ ഉള്ളൂ. കിച്ചൺ പെർഫോം ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് എന്നുണ്ടെങ്കിലും അത് തങ്ങൾ 3 പേരെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല.
അല്ല എന്നുണ്ടെങ്കിൽ അത്രയധികം പണിയെടുക്കേണ്ട എന്നുള്ളൊരു ചിന്തയൊക്കെയാണ് ജാസ്മിനൊക്കെ ഉള്ളത്. സിജോയുടെ ജാസ്മിൻ ആൻഡ് ശ്രീരേഖയോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ നടത്തിപ്പുകാരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുക, സേഫായിട്ട് ഒളിച്ചു നിൽക്കുന്ന ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവരായിരിക്കും കൂടുതൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയും ഇവിടെ ഈ പറയുന്ന തല്ലുംപിടി കണ്ടന്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നതിൽ മുന്നിൽ നിൽക്കുക. ജാസ്മിൻ ഡാൻസ് പോലുള്ള കാര്യങ്ങളിൽ പ്രഗത്ഭയാണ്, കുടുംബപരമായിട്ടൊക്കെ ഡാൻസേഴ്സ് ആണ് എന്നാണ് അവകാശപ്പെടുന്നത്. തെറാപ്പി പോലുള്ള കാര്യങ്ങളിൽ തന്നെ കൊണ്ട് ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് സിജോ പറയുന്നു. ആയുർവേദം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് താൻ വരുന്നത് എന്ന് ശ്രീരേഖ പറയുന്നു. ഇവർ കുറച്ചും കൂടെ ആ ഒരു ഹെൽത്ത് തെറാപ്പി ആ ഒരു രീതിയിൽ തട്ടിക്കൂട്ടി മുന്നോട്ടേക്ക് പോകാനായിട്ടുള്ള ഒരു പ്ലാനാണ്. അതേപോലെ സിജോയ്ക്ക് മർമ്മങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് അൻസിബ നൈസായിട്ട് ജാസ്മിനായിട്ട് കൊടുക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. വൃത്തിയും വെടുപ്പും ഒക്കെ ഉണ്ടോ, വൃത്തിയും വെടുപ്പും ഒക്കെ ആയിട്ട് വേണം ഗസ്റ്റിനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ എന്നൊക്കെ അൻസിബ അവിടെ എടുത്ത് പറയുന്നുണ്ട്. അതേപോലെ അസഭ്യ വർഷം നടത്തുന്ന ആളുകളാണോ നിങ്ങൾ, ഗസ്റ്റുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയോ, ഇതെല്ലാം ജാസ്മിനെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. എല്ലാം കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഏതായാലും തെറാപ്പിയാണ് കൂടുതൽ പ്രിഫറൻസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള കാര്യം കൊടുക്കില്ല എന്ന് നമ്മുടെ പവർ ടീം ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം അനൗൺസ് ചെയ്യുകയാണ്, കിച്ചൺ ആൻഡ് റൂം സർവീസ് ഡെൻ ആണ് ചെയ്യേണ്ടത്. ചീഫ് ഷെഫ് ശ്രീതു ആണ്, ഹെൽപ്പ് ചെയ്യാനായിട്ട് ജിൻഡോ ഉണ്ട്. റൂം സർവീസുകൾ അർജുൻ കൈകാര്യം ചെയ്യണം. ഹൗസ് കീപ്പിംഗ് നെസ്റ്റ് ആണ് ചെയ്യേണ്ടത്. അവർ റൂം ക്ലീൻ ചെയ്യണം, ബാത്റൂം ക്ലീൻ ചെയ്യണം, ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് വെക്കണം. അതിൽ സെക്യൂരിറ്റി ശ്രീരേഖയാണ്, ബാത്റൂം സിജോയാണ് ക്ലീൻ ചെയ്യേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത്. റൂം ക്ലീനിങ് ജാസ്മിനാണ്. അപ്പോൾ ഇവർക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരു പരിപാടിയിലേക്കാണ് ഇവരെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടീം നെസ്റ്റും അതേപോലെ തന്നെ ബി പവർ ടീമും തമ്മിലുള്ള കുറേയധികം സംഭവങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ടണൽ ടീമിന്റെ ഭാഗത്ത് നിന്ന് റോബോട്ടായിട്ട് സായി ഉണ്ട്, ഡാൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്സരയുണ്ട്, മസാജിങ് പരിപാടികളൊക്കെ ശരണ്യ ചെയ്തുകൊള്ളും, പാട്ട് പാടുക അങ്ങനെയുള്ള എന്റർടൈൻമെന്റ് ഒക്കെ നന്ദന ചെയ്യുന്നു. ഏതായാലും ഇത്തരത്തിൽ എല്ലാ സ്റ്റാഫുകളെയും മാനേജ് ചെയ്യാനായിട്ടും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടും ഒക്കെ HR ആയിട്ട് ഋഷിയെയും അപ്പോയിന്റ് ചെയ്തു. വളരെ നൈസായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് മാനേജ് ചെയ്തതുപോലെയാണ് ഇതുവരെ എനിക്ക് തോന്നിയത്. ഈ ടീമുകൾ എങ്ങനെയാണ് ഗസ്റ്റിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. ജിൻഡോയുടെ കാര്യത്തിൽ ഇന്നലെ തന്നെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ജിൻഡോയുടെ ട്രെയിനറായിട്ടുള്ള മുൻ BB കണ്ടസ്റ്റന്റ് സാറ് കറക്റ്റായിട്ട് തന്നെ ചലഞ്ചറായിട്ട് വരുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അദ്ദേഹം ഒരു ചലഞ്ചറായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിൻഡോയുടെ ഒരു സ്ട്രാറ്റജി വരുന്ന ഇപ്പോൾ സാബോണ്ണനാണെന്നുണ്ടെങ്കിൽ സാബോണ്ണനെ അണ്ണ അണ്ണ എന്ന് വിളിച്ച് പുറകെ നടക്കുക എന്നുള്ളതായിരിക്കും. പുള്ളിയുമായിട്ട് സൗഹൃദത്തിലാവുക, പതപ്പിക്കുക എന്നുള്ളതായിരിക്കും. അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് BB ക്യാഷ് ഒപ്പിക്കാനായിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും ജിൻഡോ കളിക്കുക. ജിൻഡോ ഇവിടെ എന്താണെങ്കിലും ഗസ്റ്റിനെതിരെ തിരിയാൻ തീരെ സാധ്യതയില്ല. അത് ജിൻഡോയുടെ ഒരു ഗെയിമല്ല. മുൻ കണ്ടസ്റ്റന്റുകളെ, വിജയികളായിട്ടുള്ള കണ്ടസ്റ്റന്റുകളെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് അവരുടെ പ്രീതി പിടിച്ചു പറ്റുക എന്നുള്ള ഒരു പരിപാടി തന്നെയായിരിക്കും ജിൻഡോ ഉദ്ദേശിക്കുക. പക്ഷേ നെക്സ്റ്റ് ടീം അങ്ങനെ ആയിരിക്കില്ല. കഴിഞ്ഞ തവണ വിഷ്ണു ജോഷിയുടെ ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നല്ലോ, എങ്ങനെയാണത്, വേറെ ആരും ഇവിടെ രാജാവ് വേണ്ട എന്ന് പറയുന്ന ഒരു സെറ്റപ്പ്. അപ്പോൾ അതായിരിക്കും നെക്സ്റ്റ് ടീമിന്റെ ഒരു സമീപനം. അവർ മാക്സിമം പ്രൊവോക്ക് ചെയ്യുകയും ചെറിയൊക്കെ ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇതിൽ ആരെയാണ് ഗസ്റ്റുകൾ കൂടുതലായി ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.